അങ്ങനെ T20 വേൾഡ് കപ്പിൻ്റെ ആരവം ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേന് നമുക്ക് ഒരു 5-10 ദിവസത്തിനുള്ളിൽ IPL സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ടീംസിൻ്റെ പേജിൽ കൂടെയൊക്കെ ഒത്തിരി അപ്ഡേറ്റ്സ് പുറത്തു വരുന്നുണ്ട്. അപ്പം മെയിനായിട്ടും ഈ സീസണിൽ ഒരു ഏറ്റവും വലിയൊരു മൂവ് എന്ന് പറയുന്നത് RRൽ നിന്ന് സഞ്ജു CSKയിലേക്ക് എത്തിയതാണ്. അപ്പം അതിന് പുറകെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ലൊരു ടൂർണമെൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് സഞ്ജുവിൻ്റെ ഒരു ഹൈപ്പ് നല്ലോണം തന്നെ കൂടിയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെഷനിലെ ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന വൺ ഓഫ് ദി പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഞ്ജുവിൻ്റെ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ തന്നെയാണ്. വളരെ മികച്ചൊരു ഫാൻ ഫോളോയിങ് ആണ് പുള്ളിക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CSKയുടെ ഇപ്പോഴത്തെ പ്രാക്ടീസ് സെഷനിലൊന്നും പുള്ളിയുടെ ഒരൊറ്റ ഫോട്ടോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുള്ളി ഇതുവരെ പുള്ളിയുടെ ഒരു മറ്റേ വേൾഡ് കപ്പിൻ്റെ ഒരു ലോങ്ങർ ടൂർണമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം എന്ന് ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മാർച്ച് 22 ഈ വരുന്ന സൺഡേ ചെന്നൈയിലെ ചെപ്പോക്കിൽ വെച്ചിട്ട് ഒരു വലിയ ഇവൻറ്റ് CSK മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഓൾമോസ്റ്റ് ഡിസ്ട്രിക്ട് ആപ്പിലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയുടെ മുന്നത്തെ ലെജൻസായ കുറച്ച് പ്ലേയേഴ്സ്, പിന്നെ ഈ കറണ്ട് സ്ക്വാഡിലെ പ്ലേയേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ, കുറച്ച് മാച്ചപ്സ്, അതൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇവൻ്റ് എന്നാണ് നമുക്ക് വായിച്ചും കേട്ടുമൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പം ചെന്നൈയുടെ മുൻ ഐക്കണിക് പ്ലേയേഴ്സായ സുരേഷ് റെയ്ന, പിന്നെ ഡ്വെയിൻ ബ്രാവോ, അതുപോലുള്ള ഒത്തിരി കളിക്കാരെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന കൂട്ടത്തെ പരിപാടികളും പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക്കും ഒക്കെ കൂടെ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വമ്പൻ ഇവൻ്റാണ് CSK പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മോസ്റ്റ്ലി ഇത്രയും നല്ലൊരു എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു താരം CSKയിലേക്ക് വരുമ്പോൾ അങ്ങനെ ചുമ്മാതൊന്നും ഒരു വെൽക്കം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റിൽ തന്നെ പുള്ളിയെ പ്രസൻറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇവൻറ്റ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ചെന്നൈ ഗ്രൗണ്ട്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇതിൻ്റെ ലൈവിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന സൺഡേ വരെ വെയിറ്റ് ചെയ്യാം, നമ്മുടെ സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള എൻട്രിക്കായി കാത്തിരിക്കാം. താങ്ക് യു.